ഹേ ഗായ്സ്, അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് യു കെയിൽ വന്ന് 2 വർഷം വിസയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ലോട്ടറി വിസയാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസ. അപ്പോൾ അതിൻ്റെ ബാലറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ബാലറ്റ് ഓൾറെഡി ഇന്ന് 17 ഫെബ്രുവരിയിൽ ഓപ്പൺ ആയി കഴിഞ്ഞു. ആൻഡ് 19 ഫെബ്രുവരി 2026 2:30 വരെയാണ്, ഉച്ചയ്ക്ക് 2:30 PM വരെ മാത്രമാണ് ഈ ഒരു ബാലറ്റ് ഓപ്പൺ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ടും ഈ ഒരു YPSൻ്റെ കാര്യങ്ങളും അതിൻ്റെ കംപ്ലീറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെപ്പോഴും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡെഡിക്കേറ്റഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പൊക്കെ തന്നെ നമ്മൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഡിസ്കസ് ചെയ്ത് എത്രയും വേഗം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കുക. ഡിലേ ആക്കരുത്. 19 തീയതി വരെ മാത്രമേ സമയമുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഉപയോഗം ഈ ഒരു വിസ കിട്ടിയാലുള്ള? അപ്പോൾ ഇതൊരു വർക്ക് വിസയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു വർക്ക് വിസയിൽ നിങ്ങളിവിടെ യു കെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വർഷം യു കെയിൽ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് കിട്ടുകയാണ് എന്തായാലും. അപ്പോൾ ആ ഒരു 2 ഇയേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ജോബ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതിന് സെപ്പറേറ്റ് ഇനി സ്പോൺസർഷിപ്പോ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾക്ക് 2 ഇയേഴ്സിൻ്റെ വിസ നിങ്ങൾക്ക് യു കെ ഗവൺമെൻറ് ഗ്രാൻഡ് ചെയ്യും. സോ അതുകൊണ്ടാണ് ഇതിനെ ലോട്ടറി വിസ എന്ന് തന്നെ പറയുന്നത്. കാര്യം ഒരുപാട് ആപ്ലിക്കേഷൻസ് പോകുന്നതിൽ ലോട്ടറി പോലെ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും കിട്ടുക. ഓൾവേസ് ഒരു 3000 പ്ലേസസ് ആണ് എപ്പോഴും അവൈലബിൾ ആയിട്ട് വരിക. സോ ഇതിൻ്റെ മോസ്റ്റ് ഓഫ് ദ പ്ലേസസും ഈ ഒരു ഫസ്റ്റ് ബാലറ്റ് ഫെബ്രുവരിയിൽ തന്നെ അവർ കംപ്ലീറ്റ് ആക്കുകയും ചെയ്യും. ആൻഡ് റിമൈനിങ് ആയിട്ടുള്ള പ്ലേസസ് എല്ലാം തന്നെ ഈ വർഷം അവസാനമുള്ള സെക്കൻഡ് ബാലറ്റിൽ അവർ കംപ്ലീറ്റ് ആക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ കൂടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എന്തായാലും. ഓക്കെ, വർക്ക് ചെയ്യുന്ന 2 വർഷത്തെ ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു സ്പോൺസർഷിപ്പ് ജോബ്സും കൂടെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് യു കെയിൽ തന്നെ സെറ്റിൽ ആവാനുള്ള എല്ലാ ഓപ്ഷൻസും കിട്ടും എന്തായാലും. പക്ഷേ ഇത് 2 വർഷത്തേക്ക് മാത്രമാണ്. അതിനുള്ളിൽ നിങ്ങൾക്കൊരു സ്പോൺസർഷിപ്പോ ജോബോ വേറെ ഒന്നും സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 ഇയർ കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യയിലേക്ക് ലീവ് ചെയ്യേണ്ടി വരും എന്തായാലും. ഓക്കെ, കൂടുതൽ നീട്ടുന്നില്ല. ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ ഒരു വിസയ്ക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും. നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 18 and 30 ആയിരിക്കും. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ എബോ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിരിക്കണം നിങ്ങൾക്ക് വേണ്ടത്. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയാസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾ റെലവൻറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് ഓഫ് £2,530, അതായത് ഇന്ത്യൻ റുപ്പീസ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2,70,000 അല്ലെങ്കിൽ 3,00,000-നകത്തെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ക്രൈറ്റീരിയ, നിങ്ങൾക്ക് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല. അതായത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കുട്ടികൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും കയറി പെട്ടെന്ന് ചെയ്യുന്ന ഒരു അബദ്ധം, ആദ്യമേ കയറി വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കും. നിങ്ങൾക്ക് ആദ്യമേ കയറി ഇമ്മീഡിയറ്റ്ലി വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം ഈ ഒരു ബാലറ്റ് സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ, അതായത് ഈ ഒരു ലോട്ടറി വിസ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വിസ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. കാര്യം കഴിഞ്ഞ 2 വർഷങ്ങളിലും നമ്മൾ ഇതേപോലെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുട്ടികളും വേറെ ഒരു ലിങ്കിൽ കൂടെ കയറി പോയിട്ട് അവർ വിസയുടെ ഫീസ് അടക്കം അവർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യരുത്. ഭയങ്കര ഒരു അബദ്ധമാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ബാലറ്റിൽ സെലക്റ്റഡ് ആയി കൺഫേം ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ വിസയ്ക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കാവൂ എന്തായാലും. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ പ്രോപ്പർ ലിങ്കുകൾ എവിടെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, അല്ലാതെ ഇപ്പോഴേ പോയി ഒരിടത്തും ഫീസോ പേയ്മെൻറ്റോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ബാലറ്റിൽ എൻ്റർ ചെയ്യുന്നത് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ എലിജിബിൾ ക്രൈറ്റീരിയ എല്ലാം നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ബാലറ്റിലേക്ക് എൻ്റർ ആവാം. അത് ഓപ്പൺ ആണ്. ബാലറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ആണ് ഇനി നെക്സ്റ്റ് ഞാൻ പറയുന്നത്. ബാലറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫുൾ നെയിം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, പിന്നെ ഒരു സ്കാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഓഫ് യുവർ പാസ്പോർട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഒരു സ്കാൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങളുടെ നല്ല ഫോട്ടോ ഉണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് കൊടുക്കാൻ കുഴപ്പമില്ല. അതുപോലെ നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഫോൺ നമ്പറും നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും വേണം ഇതിനകത്ത് നിങ്ങൾ ബാലറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം, ഈ 17-ാം തീയതിയോ 18-ാം തീയതിയോ 19-ാം തീയതിക്കുള്ളിലോ ഇതിൽ ഏത് ദിവസം നിങ്ങൾ കൊടുത്താലും യാതൊരു പ്രശ്നമില്ല. എത്രയും നേരത്തെ കൊടുക്കാൻ പറ്റുന്നത് അത്രയും നല്ലത്. പക്ഷേ നിങ്ങളിപ്പോൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷാണ് ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട്. ഒരുപാട് ക്യൂയിങ് ടൈം ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. 1 hour 2 hour ചിലപ്പോൾ അതിലും കൂടുതലായിരിക്കും. കാര്യം എല്ലാവരും ചാടി കയറി കൊടുക്കാനുള്ള ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നിർബന്ധമില്ല. നിങ്ങൾ 19-ാം തീയതിക്കുള്ളിൽ ഒന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ 100,000 മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്യൂയിങ് ആണ്, 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ. സോ ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾ ഇപ്പോൾ തന്നെ കൊടുക്കണം എന്നുള്ള സംഭവമല്ല. ഓക്കെ, ഈ 19-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ കൊടുത്താൽ മതി, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം ഡേറ്റിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തത്, ഇന്ന് തന്നെ കൊടുത്തതിനായിട്ട് നിങ്ങളെ പിക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നും ഇല്ല. ഇത് റാൻഡംലി പിക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ബാലറ്റ് ക്ലോസ് ചെയ്ത് വിത്തിൻ 2 വീക്സിലായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുക, ഇതിൻ്റെ റിസൾട്ടും അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയോ ഇല്ല എന്നുള്ളവരെ അറിയാനായിട്ട് സാധിക്കുക. എന്നതിന് ശേഷം മാത്രമേ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവൂ, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം. ഞാനിത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നതിൻ്റെ റീസൺ, കഴിഞ്ഞ തവണയും അതിൻ്റെ മുന്നത്തെ തവണയും ഇത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ട് പോലും പല ആൾക്കാരും പോയിട്ട് വിസയുടെ ആപ്ലിക്കേഷൻ ഫീ അടക്കം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതൊന്നും പിന്നെ തിരിച്ച് റീഫണ്ട് കിട്ടാനൊക്കെ ഉള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ചടങ്ങുകളാണ്. എന്തിനാണ് വെറുതെ ആ ഒരു അബദ്ധത്തിലോട്ട് പോകുന്നത്? അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത്
ട്രസ്റ്റ് ചെയ്ത് പറയുന്നത്. സോ ഇനി നിങ്ങൾ ബാലറ്റിൽ സക്സസ്ഫുൾ ആയി നിങ്ങൾക്ക് ഈ ഒരു വിസയിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞു. സോ നിങ്ങൾ സക്സസ്ഫുൾ ആയി ബാലറ്റ് കിട്ടി എന്നുള്ളൊരു ഇമെയിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 90 days അവൈലബിൾ ആണ്. ഒരു ഇമെയിൽ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട്. സോ വിസയ്ക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾ വിസയുടെ ആപ്ലിക്കേഷൻ ഫീസ് അതുപോലെ ഇമിഗ്രേഷൻ ഹെൽത്ത് സെർച്ച് ചാർജ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ഇനി ഒരു പക്ഷേ നിങ്ങൾ അൺസക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാനില്ല. ബിക്കോസ് ഈ ഒരു ബാലറ്റിന്റെ റിസൾട്ട്സ് എന്ന് പറയുന്നത് ഫൈനലാണ്. ഇവിടെ നമുക്ക് അപ്പീലോ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ സ്റ്റിൽ നിങ്ങൾ എലിജിബിലിറ്റി റിക്വയർമെന്റ്സും കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വർഷം നടക്കാൻ പോകുന്ന രണ്ടാമത്തെ ബാലറ്റിലേക്ക് നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഒരു കുഴപ്പമില്ല, ബാലറ്റിലേക്ക് എൻട്രി ചെയ്യാം, ഫ്രീ ആണ്. അതല്ലെങ്കിൽ ഇനി വരും വർഷങ്ങളിൽ വരുന്ന ബാലറ്റിലേക്ക് നിങ്ങൾക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. അതിനും യാതൊരു പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പോൾ ബാലറ്റിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. അത് നിങ്ങൾ കയറി പോകുമ്പോൾ തന്നെ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഒരു ഏരിയ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൽ ആദ്യമേ തന്നെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എൻ്റർ ദ ബാലറ്റ് എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ അതിന് മുന്നിൽ നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾ കൊടുത്തിട്ടുള്ള ലിങ്കിൽ പ്രോപ്പർ February 2026 അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളാണെന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക എന്തായാലും. ഓക്കെ, എൻ്റർ ദ ബാലറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ കാണുന്ന മിക്കവാറും ചിലപ്പോൾ ഈ ഒരു ക്യൂയിങ്ങിൻ്റെ സ്ക്രീൻ ആയിരിക്കും ഉണ്ടാവുക, നിങ്ങളുടെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എല്ലാവരും റഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ല തിരക്കായിരിക്കും. കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് രാത്രിയോ അല്ലെങ്കിൽ കുറേ കൂടെ കഴിഞ്ഞിട്ടോ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. എഗെയിൻ പറയുകയാണ്, ലോട്ടറി പോലത്തെ ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾ എപ്പോൾ കൊടുക്കുന്നു ഡസൻ മാറ്റർ. പക്ഷേ 19-ാം തീയതിക്കുള്ളിൽ ഈ പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം എന്തായാലും. ഓക്കെ, അപ്പോൾ ഈ യങ് പ്രൊഫഷണൽ വിസയിലേക്ക് എൻ്റർ ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഓൾറെഡി ഒരു വീഡിയോ ഞാൻ 2025 ഇട്ടിട്ടുണ്ട്. വളരെ സിമിലർ ആണ്, വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും കാണുക. എഗെയിൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ പ്രോപ്പറായിട്ട് കണ്ട് അതിനോടൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനും പറ്റും. സോ കൂടുതൽ തെറ്റുകളോ മിസ്റ്റേക്സോ ഒന്നും തന്നെ നിങ്ങൾ വരുത്തത്തുമില്ല എന്തായാലും. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ലൈവ് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് അവൈലബിൾ ആണ്. അതിനകത്ത് കംപ്ലീറ്റ് സപ്പോർട്ട്സും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാ കുട്ടികളും അവർ ചെയ്യുന്നതിനനുസരിച്ച് അവർ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. പറ്റുന്ന കുട്ടികളെല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും എന്തായാലും. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കും. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, മിസ് ചെയ്യരുത്. ഈ ഒരു ഓപ്ഷൻ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. കിട്ടോ കിട്ടാതിരിക്കട്ടെ, നിങ്ങൾ എലിജിബിൾ റിക്വയർമെന്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ കൊടുക്കും. ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രോപ്പർ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും എന്തായാലും. ആൻഡ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ ഒരു യങ് പ്രൊഫഷണൽ സ്കീം വിസ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പ്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഇവിടെ UK എത്തിയതിനു ശേഷം അവർക്ക് ജോബ് അസിസ്റ്റൻസ് NHSലേക്ക് ജോബ് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നതിനും അല്ലെങ്കിൽ അതിലേക്ക് ജോബ് കിട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും സർവീസസും ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും ഒക്കെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രൈവറ്റ്സിലേക്ക് ഒന്നും തന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല. NHSലേക്ക് നിങ്ങൾക്കൊരു ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ്, അത് ക്ലിനിക്കൽ ആയിക്കോട്ടെ, നോൺ ക്ലിനിക്കൽ ആയിക്കോട്ടെ, നഴ്സിംഗ് ആയിക്കോട്ടെ, നോൺ നഴ്സിംഗ് ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ജോബ് ആപ്ലിക്കേഷൻ അസിസ്റ്റൻസും ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും ഒക്കെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് malunasingcouple.com. അതിൽ നിന്ന് നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് നമ്മുടെ സർവീസസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് നമ്മുടെ NHSൻ്റെ ജോബ് സക്സസ്ഫുൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സും അവരുടെ ജേർണിയും ഇൻസ്പയറിംഗ് സക്സസ് സ്റ്റോറീസ് ഒക്കെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണുക. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അവരവരുടെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവർ സ്പോൺസറിനെ വീണ്ടും കണ്ടുപിടിച്ചിട്ട് അവർ എൻ്റെ അവരുടെ സ്റ്റേ കാര്യങ്ങളെല്ലാം തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്തായാലും. ഓക്കെ, ആൻഡ് ഈ ബാലറ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നിങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉറപ്പായിട്ട് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം. ഓക്കെ, സോ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും തന്നെ നിങ്ങൾ അയച്ചു കൊടുക്കുക. അതായത് നാട്ടിൽ നിന്ന് UK വന്ന് 2 വർഷം വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഫണ്ടിങ്ങിൻ്റെയും ഫിനാൻസിൻ്റെയും ഒക്കെ തന്നെ ബുദ്ധിമുട്ടുകളായിട്ട് അവരുടെ ഡ്രീംസും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർക്കൊക്കെ ഉള്ളൊരു ചാൻസ് ആണ് ഈ ഒരു ലോട്ടറി വിസ എന്ന് പറയുന്നത് എന്തായാലും കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ അറിയുന്ന എല്ലാ ആൾക്കാർക്കും ഇതിൻ്റെ എലിജിബിൾ ക്രൈറ്റീരിയാസ് ഒക്കെ തന്നെ മീറ്റ് ചെയ്യുന്നുള്ളവരുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഇപ്പം തന്നെ എല്ലാവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.